കഥാൽപ്രിയരെ, ദി ലാസ്റ്റ് ഗോസ്പൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആധുനിക ലോക സംഭവങ്ങൾ ശ്രദ്ധിക്കുന്ന ആർക്കും ബോധ്യമാവുന്ന ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വിശുദ്ധ വേദപുസ്തകം വ്യക്തമായ സൂചനകൾ നൽകുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് മാർഗനിർദ്ദേശം നൽകുകയാണ് വേദപുസ്തകം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, ഏദൻ തോട്ടത്തിൽ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചാക്കുമ്പോൾ അവിടെ എങ്ങനെ ജീവിക്കണം എന്ന് ദൈവം അവരോട് കൃത്യമായി പറയുന്നുണ്ട്. വാഗ്ദത്ത നാട്ടിലേക്ക് ദൈവജനം പ്രവേശിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെ എങ്ങനെ ജീവിക്കണം എന്ന് മോശയിലൂടെ ദൈവം അവരോട് പറയുന്നുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിന് അനിവാര്യമായ ചില വ്യതിയാനങ്ങൾ ഉണ്ടാവുമെന്നും ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാവുമെന്നും വെളിപ്പാട് പുസ്തകം വ്യക്തമായി പറയുന്നുണ്ട്. അവിടെ ജീവിക്കണമെങ്കിൽ നാം എന്തൊക്കെ ചെയ്യണമെന്നും വേദപുസ്തകം ആകമാനം നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ മനുഷ്യരെ നോക്കിയാൽ ചിലർ ഇവയൊന്നും മനസ്സിലാക്കാതെ അല്ലെങ്കിൽ ഇതിനൊന്നും യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ ജീവിക്കുന്നത് കാണാം. എന്നാൽ ചിലരാകട്ടെ ഇതൊക്കെ പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും ആഗ്രഹമുള്ളവരാണ്. പക്ഷേ ശരിക്കും വേദപുസ്തകം പഠിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് സാധാരണക്കാരന് എല്ലാം വ്യക്തമായി അറിയുക ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് തന്നെ സാധാരണ മനുഷ്യൻ്റെ അറിവുകേടിനെ ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നതാണ് സത്യം. അങ്ങനെയാണെങ്കിൽ വേദപുസ്തകം അങ്ങ് പഠിച്ചു കളയാം എന്ന് വിചാരിച്ചാൽ അതത്ര നിസ്സാരമായ ഒരു കാര്യമല്ല താനും. എങ്കിലും വേദപുസ്തകം പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾ അതിന് ശ്രമിക്കുമ്പോൾ അഭിമുഖീകരിക്കുന്ന ആദ്യത്തെ പ്രശ്നം, അത് പഠിപ്പിക്കുന്നവരെല്ലാം അവരവരുടെ താല്പര്യങ്ങളെയും ആശയങ്ങളെയും സാധൂകരിക്കാൻ ശ്രമിക്കും എന്നതാണ്. മറ്റൊരു പ്രശ്നം, ചിലർ പഠിപ്പിക്കുന്നത് സാധാരണക്കാരന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമാണ് എന്നതാണ്. ആ കൂട്ടരെ സംബന്ധിച്ചിടത്തോളം പാണ്ഡിത്യം എന്നാൽ ആർക്കും മനസ്സിലാകാത്ത ഭാഷ, പ്രയോഗങ്ങൾ, വാക്കുകൾ എന്നിവ ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഗഹനമായ ആശയങ്ങൾ വളരെ ലളിതമായി മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരുമുണ്ട്. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റായ സന്ദേശം എന്ന സിനിമയിൽ അതുല്യ പ്രതിഭയായ ശ്രീനിവാസൻ എഴുതിയ ഒരു ഡയലോഗുണ്ട്. തെരഞ്ഞെടുപ്പിൽ തോറ്റ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ താത്വിക ആചാര്യൻ തോൽവിയുടെ കാരണങ്ങൾ പാർട്ടി മീറ്റിങ്ങിൽ ചർച്ച ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യ അകൽച്ചയിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. ഇങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അപ്പോൾ അണികളിലൊരാൾ, മനസ്സിലായില്ല? അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താധരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പോൾ മനസ്സിലായോ? അപ്പോൾ പ്രവർത്തകൻ, എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായി അങ്ങ് പറഞ്ഞാൽ എന്താ? ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും ഒക്കെ പറഞ്ഞ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് എന്തിനാ? വാസ്തവത്തിൽ ഇതാണ് ദൈവശാസ്ത്ര അഭ്യസന രംഗത്തും വേദ പഠന രംഗത്തുമൊക്കെയുള്ള പ്രശ്നം. അതിനെല്ലാം പ്രസക്തിയുണ്ട് കേട്ടോ, അതാതിൻ്റെ തലങ്ങളിൽ. എന്നാൽ അതൊക്കെ സാധാരണക്കാരന് അപ്രാപ്യമായ വിഷയങ്ങളാണ്. സാധാരണക്കാരന് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കാൻ എന്താണ് മാർഗം? ഇക്കാര്യങ്ങളെ ലളിതമായി അവതരിപ്പിക്കുക എന്നതല്ലാതെ വേറെ മാർഗമില്ല. വേദപുസ്തകം ഒരു മഹാസാഗരമാണ്. കൂടുതൽ അറിയുന്തോറും അത് കൂടുതൽ ആഴങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും. ശൈശവ പ്രായം മുതൽ വിവിധ തലങ്ങളിൽ നമുക്ക് വേദപുസ്തകം പഠിക്കാൻ സൗകര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി കൊറോണ വൈറസ് ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ച് കളഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തോടെ വേദപഠനം നടത്താൻ കഴിയുന്നു എന്നത് ഈ പ്രതിസന്ധിയുടെ നടുവിലെ പ്രതീക്ഷയാണ്. ധാരാളം ആളുകൾ അത് പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നതും ശുഭോദർക്കമായ കാര്യമാണ്. അതുകൊണ്ട് ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ
വേദപുസ്തകം വളരെ ലളിതമായി അവതരിപ്പിക്കാനുള്ള ഒരു എളിയ ശ്രമം, ഒരു പുതിയ പരമ്പര ഇവിടെ ആരംഭിക്കുകയാണ്. ഒരവകാശവാദവും എനിക്കില്ല കേട്ടോ. എനിക്ക് സ്വായത്തമാക്കാൻ കഴിഞ്ഞ പരിമിതമായ അറിവുകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുള്ള ശ്രമം മാത്രമാണിത്. ഈ പരമ്പരയ്ക്ക് ഞാൻ നൽകുന്ന തലക്കെട്ട് വേദപുസ്തകം സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ഒരു മുഖവുര എന്നാണ്. ബൈബിൾ ആൻ ഇൻട്രൊഡക്ഷൻ ഫോർ ദി ഓർഡിനറി പീപ്പിൾ. വേദപുസ്തകം എന്താണ്, എങ്ങനെയുണ്ടായി, ആരാണ് എഴുതിയത്, എന്നാണ് എഴുതിയത്, ഏത് ഭാഷയിലാണ് എഴുതിയത് തുടങ്ങിയ അനവധി ചോദ്യങ്ങൾക്ക് ഉത്തരം വളരെ ലളിതമായി പഠിക്കാനുള്ള ഒരു സംരംഭം. എൻ്റെ ഐച്ഛിക വിഷയം പഴയ നിയമമായതിനാൽ ഈ പരമ്പരയിൽ പഴയ നിയമത്തെക്കുറിച്ചാണ് നാം പഠിക്കാൻ ഒരുങ്ങുന്നത്. അത് പല ഭാഗങ്ങളായി തിരിച്ച് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, പഴയ നിയമത്തിൻ്റെ ഉദ്ഭവം, ദി ഒറിജിൻ ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമം എങ്ങനെയുണ്ടായി, ആര് എഴുതി, എന്ന് എഴുതി, എവിടെ വെച്ച് എഴുതി തുടങ്ങിയ വിഷയങ്ങളാണ് ഒന്നാം ഭാഗത്ത് നാം പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. രണ്ട്, പഴയ നിയമം എഴുതപ്പെട്ട ഭാഷ, ദി ലാംഗ്വേജ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. ഏത് ഭാഷയിലാണ് പഴയ നിയമം എഴുതപ്പെട്ടത് എന്ന് പഠിക്കുന്നതോടൊപ്പം ദൈവത്തിൻ്റെ ഭാഷ എന്നറിയപ്പെടുന്ന എബ്രായ ഭാഷ വളരെ ലളിതമായി പഠിക്കാനും ഈ ഭാഗം നമുക്ക് പ്രയോജനപ്പെടും. മൂന്ന്, പഴയ നിയമത്തിൻ്റെ ഭൂമിശാസ്ത്രം, ദി ജോഗ്രഫി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. വേദപുസ്തകത്തിലെ ഓരോ സംഭവങ്ങളും നടക്കുന്ന സ്ഥലങ്ങളും അവയുടെ പ്രത്യേകതയും ഈ മൂന്നാം ഭാഗത്ത് നാം പഠിക്കും. നാല്, പഴയ നിയമത്തിൻ്റെ കാലക്രമം, ദി ക്രോണോളജി ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. വേദപുസ്തകത്തിലെ ഓരോ പുസ്തകത്തിൻ്റെയും അതിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങളുടെയും കാലഘട്ടം പഠിക്കാനുള്ള ഭാഗമാണിത്. കാത്തിരിക്കുക, ഈ വിഷയങ്ങളുമായി ഞാൻ ഉടൻ തന്നെ നിങ്ങളുടെ ഭവനങ്ങളിൽ എത്തുന്നതാണ്. നിങ്ങൾക്കവ കൃത്യമായി ലഭിക്കുന്നതിനും പഠിക്കുന്നതിനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പ്രയോജനകരമായിരിക്കും. ഒപ്പം കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക കൂടി ചെയ്താൽ ഓരോ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. പ്രാർത്ഥനയിൽ ഓർക്കുമല്ലോ. മാത്രമല്ല, ഒരു നോട്ട്ബുക്കും പേനയും ഒരു വേദപുസ്തകവും, കഴിയുമെങ്കിൽ ഒരു ഇംഗ്ലീഷ് പരിഭാഷ കൂടെ കരുതുക. നമുക്ക് ഒരുമിച്ച് വേദപുസ്തകം പഠിക്കാം. ഗോഡ് ബ്ലസ് യു. ടി പി തോമസ് അച്ഛൻ.